ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. കേസിൽ സോറനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ഹേമന്ത് സോറൻ അറസ്റ്റിലായാൽ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യ കൽപ്പന സോറൻ ഏറ്റെടുത്തേക്കും. അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹേമന്ത് സോറൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഹേമന്ത് സോറനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന ഒരു നിലപാട് ഹേമന്ത് സോറനും കുടുംബവും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് എത്രയായി? ഇന്ന് സോറന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ജാർഖണ്ഡിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതി, റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലെ ഇഡിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ്. ഇതിൽ ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് സോറന്റെ ഭാഗത്തുനിന്നും ഒപ്പം JMM പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ റാഞ്ചിയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിലും ഇഡിയുടെ ആസ്ഥാനത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇഡി പ്രത്യേകമായി തന്നെ ഈ സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉയർത്തിയിരുന്നു. അതായത് പൊതുവെ JM പാർട്ടി പ്രവർത്തകർ പ്രതിഷേധമടക്കം സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കണമെന്നൊരു ആവശ്യം ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കനത്ത സുരക്ഷ ഇഡി ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇഡി ആസ്ഥാനത്തും രാജ്ഭവനും ഒപ്പം ഈ റാഞ്ചിയിലെ വസതി ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഒപ്പം രാഷ്ട്രീയമായി പ്രതിരോധിക്കുവാൻ കൂടിയാണ് ഇപ്പോൾ JMM തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇഡി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഈ പാർട്ടി ഉയർത്തുന്ന ആരോപണം. അതേസമയത്ത് ഇഡി പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായ തെളിവുകൾ അത് ഹേമന്ത് സോറനെതിരായി ഇഡിയുടെ പക്കലുണ്ട് എന്നുള്ള ഒരു വാദമാണ് ഇഡി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ പിന്തുടർന്ന് ഉള്ള നടപടികളായിരുന്നു ഇഡിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കമുണ്ടായത്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ 2 ആഡംബര കാറുകളും 36 ലക്ഷം രൂപയും ഇഡി കണ്ടുകെട്ടി. അന്നേ ദിവസം തന്നെ രാത്രി റാഞ്ചിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഇഡി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. തുടർന്നാണ് അദ്ദേഹം മെയിൽ വഴി ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നുള്ള ഒരു അഭിപ്രായം മെയിൽ വഴി അദ്ദേഹം അറിയിക്കുന്നത്. തുടർന്നാണ് ഇന്ന് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഹേമന്ത് സോറന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ അത്തരമൊരു അറസ്റ്റിലേക്ക് കടന്നാൽ കൽപ്പന സോറനെ മുഖ്യമന്ത്രി ആക്കിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയും പല രാഷ്ട്രീയ ചർച്ചകൾക്ക് ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതി വേദിയായി. മന്ത്രിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക യോഗം വരെ വിളിച്ചു ചേർക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതായാലും ജാർഖണ്ഡിൽ JMM നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കുമെന്ന സൂചനകളാണ് ഇപ്പോഴും പുറത്തുവരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷം അറസ്റ്റ് ഉണ്ടായേക്കും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് കൽപ്പന സോറനെ, ഹേമന്ത് സോറന്റെ ഭാര്യ, മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ മുൻകൂട്ടി കണ്ടുള്ള പ്രതിരോധ നീക്കങ്ങളിലേക്കാണ് JMM ഇപ്പോൾ കടക്കുന്നത് ജാർഖണ്ഡിൽ. അച്യുതൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.